ഷാലോം ന്യൂസിലേക്ക് സ്വാഗതം. പ്രിയപ്പെട്ട ദൈവത്തിൽ നിന്ന് കൃപാവരങ്ങൾ ഏറ്റുവാങ്ങി നവീകരണത്തിലൂടെ അനേകായിരങ്ങളിലേക്ക് ഈശോയെ പകർന്നു കൊടുക്കുകയും ചെയ്ത ഇടയനായ മോൺസന്യോർ CJ വർക്കിയച്ചനെ ഓർക്കുന്ന പുണ്യദിനം. 1976 തീക്ഷ്ണതയോടെ നവീകരണ രംഗത്തിലേക്ക് കടന്നു വരികയും ദൈവകൃപാവരങ്ങൾ സ്വീകരിച്ച് അനേകായിരങ്ങളിലേക്ക് അത് പകർന്നു കൊടുക്കുകയും തൻ്റെ ജീവിതത്തിൻ്റെ അന്ത്യം വരെ സുവിശേഷ ചൈതന്യത്തിൽ ജീവിക്കുകയും ചെയ്ത വർക്കിയച്ചനെ അറിയാത്തവരായി കേരളക്കരയിൽ ആരും തന്നെ ഉണ്ടാവുകയില്ലല്ലോ. ഇന്ത്യക്ക് അകത്തും പുറത്തുമായി തീക്ഷ്ണമായി ദൈവവചനം പ്രഘോഷിക്കുവാൻ കാരണമായ പുണ്യസ്ഥലമായ കൊളത്തുവയലിൽ അച്ഛൻ ധ്യാനം ആരംഭിച്ചിട്ട് 50 വർഷം തികയുന്നു. ഈ പുണ്യദിനത്തിൽ ദൈവഹിതത്തിന് പൂർണ്ണമായി സമർപ്പിച്ച വർക്കിയച്ചൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് കടന്നു പോകാം. കോഴിക്കോട് കുളത്തുവയൽ കേന്ദ്രീകരിച്ച് ഫാദർ CJ വർക്കിയച്ചൻ തുടക്കമിട്ട കരിസ്മാറ്റിക് ശുശ്രൂഷ സുവർണ ജൂബിലിയിലേക്ക് പ്രവേശിച്ചു. എന്നും വേറിട്ട് ചിന്തിക്കുകയും മറ്റുള്ളവർക്ക് മാതൃകയായി മാറുകയും ചെയ്ത വർക്കിയച്ചൻ്റെ ജീവിതം അനേകർക്ക് വഴിവിളക്കാണെന്ന് താമരശ്ശേരി രൂപതാധ്യക്ഷൻ മാർ റെമിജിയോസ് ഇഞ്ചനാനിയിൽ ഷാലോം ന്യൂസിനോട് പറഞ്ഞു. അച്ഛനെ ഞാൻ വ്യക്തിപരമായിട്ട് പരിചയപ്പെടുന്നത് വെറ്റിലപ്പാറ ഇടവകയിൽ ഒരു ധ്യാനത്തിൽ കടന്നു വരുമ്പോഴാണ്. അന്ന് വൈദിക പരിശീലനത്തിൽ മൈനർ സെമിനാരി പരിശീലനത്തിലായിരിക്കുന്ന കാലഘട്ടമാണ്. അവിടെ ആ കാലഘട്ടം മുതൽ 1980 മുതൽ മരണം വരെ എൻ്റെ ഒരു ആത്മീയ പിതാവായിരുന്നു പ്രിയപ്പെട്ട വർക്കിയച്ചൻ. ആദ്യമായിട്ട് ഒരു ഇടവക ശുശ്രൂഷ മങ്കഴിക്കരി പിതാവ് എനിക്ക് നൽകുമ്പോൾ അത് വളയമായിരുന്നു. വളയത്ത് ഏറ്റവും ആദ്യമായിട്ടൊരു ഇടവക ലഭിക്കുകയല്ലേ, ആ ശുശ്രൂഷ കൃപ നിറഞ്ഞതാകണമെന്ന് കരുതിയതുകൊണ്ട് ഈ കുളത്തുവയൽ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനിക്കാൻ വന്നു. അച്ഛനാണ് എനിക്കതിൻ്റെ എല്ലാ മാർഗദർശനവും നൽകിയത്. എങ്ങനെയാണ് ഒരു ഇടവകയിൽ ശുശ്രൂഷ ചെയ്യേണ്ടതെന്ന് അച്ഛൻ എന്നോട് വളരെ വിശദമായിട്ട് ഭംഗിയായിട്ട് എനിക്ക് പറഞ്ഞു. വർക്കിയച്ചനിലൂടെ ലോകത്തിന് ലഭിച്ച നന്മകൾ വാക്കുകൾക്കതീതമാണെന്ന് ഷാലോം മിനിസ്ട്രീസ് ചെയർമാൻ ഷെവലിയാർ ബെന്നി പുന്നത്ര പറഞ്ഞു. നമ്മുടെ പ്രിയപ്പെട്ട വർക്കിയച്ചനെ കുറിച്ചൊക്കെ നമുക്ക് ഇഷ്ടം പോലെ അറിയാം. എന്നാലും നമ്മൾ ഈ ജൂബിലിയുടെ ചൈതന്യത്തിൽ അച്ഛൻ്റെ ജീവിതത്തെ ധ്യാനിക്കുമ്പോൾ ഈ കാലഘട്ടത്തിൽ ജീവിക്കാൻ ആവശ്യമായ പുതിയ ഒരുപാട് ഉൾക്കാഴ്ചകൾ കർത്താവ് നമുക്ക് നൽകും. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ സന്യാസ സമൂഹങ്ങളുടെയും ആത്മീയ പ്രസ്ഥാനങ്ങളുടെയും നവീകരണത്തിനായിട്ട് ഒരു കുറുക്കുവഴി ഉപദേശിച്ചു നിർത്തുന്നിട്ടുണ്ട്. അതിതാണ് സ്ഥാപകൻ്റെ കാര്യസ്ഥത്തിലേക്ക് മടങ്ങുക. ആത്മീയ പ്രസ്ഥാനങ്ങൾ നവീകരിക്കപ്പെടാൻ വേണ്ടി പരിശുദ്ധ പിതാവ് പറഞ്ഞു തന്നിരിക്കുന്ന വഴി ഉറവിടങ്ങളിലേക്ക് മടങ്ങുക എന്നുള്ളതാണ്. വർക്കിയച്ചനോടൊപ്പമുള്ള നല്ല ഓർമ്മകൾ ആദ്യകാല ശുശ്രൂഷകർ ചൂണ്ടിക്കാട്ടി. വർക്കിയച്ചൻ്റെ കൂടെ ആദ്യകാലം മുതൽ ധ്യാന ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ കർത്താവ് എനിക്ക് കൃപ തന്നു. ദൈവഹിതം നിറവേറ്റുന്നതിൽ എപ്പോഴും അച്ഛൻ മുൻപന്തിയിലായിരുന്നു. ഒരിക്കലും ഞങ്ങൾ ക്രൈസ്റ്റുകളിൽ ധ്യാനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു 3 പെൺകുട്ടികൾ തിരുവനന്തപുരത്ത് നിന്ന് ധ്യാനത്തിൽ പങ്കെടുക്കാനായിട്ട് വന്നു. ധ്യാനത്തിൽ പങ്കെടുക്കുന്നതിനിടയിൽ ആ കുട്ടികൾ വന്ന് അച്ഛനോട് പറഞ്ഞു, അച്ഛാ ഞങ്ങൾക്ക് തിരുവനന്തപുരത്തൊരു ധ്യാനം നടത്തി തരുമോ എന്ന്. അച്ഛൻ പെട്ടെന്ന് പറഞ്ഞു, നിങ്ങൾ 3 പേര് പറഞ്ഞെന്ന് വിചാരിച്ച് തിരുവനന്തപുരത്ത് വന്ന് ധ്യാനം നടത്തി തരാൻ പറ്റുമോ? നിങ്ങളെക്കൊണ്ട് അവിടെ ധ്യാനം സംഘടിപ്പിക്കാൻ പറ്റുമോ? അതൊക്കെ നടക്കുന്ന കാര്യമാണോ എന്ന് ചോദിച്ചാൽ അച്ഛൻ ഒഴിഞ്ഞു മാറി. അന്ന് രാവിലെയും വൈകിട്ടും ഞങ്ങളിങ്ങനെ ഒരുമിച്ച് ടീം അംഗങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ടീമിലുണ്ടായിരുന്ന ഒരു സഹോദരൻ അച്ഛനോട് ചോദിച്ചു, അച്ഛനോട് ആരെങ്കിലും പെൺകുട്ടികൾ വന്ന് ചോദിച്ചൊരു കാര്യം അച്ഛൻ നിരസിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, അവരിന്നിങ്ങനെ ധ്യാനം ചോദിച്ചു, അത് നടക്കുന്ന കാര്യമാണോ എന്ന് ചോദിച്ച് ഞാൻ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറിയെന്ന് പറഞ്ഞു. അപ്പോഴാ സഹോദരൻ പറഞ്ഞു, കർത്താവ് അത് ആഗ്രഹിക്കുന്നുണ്ട്, അത് ചെയ്തു കൊടുക്കാനായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് ആവശ്യപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞു. അച്ഛൻ ഉടനെ തന്നെ ആ കുട്ടികളെ വിളിച്ച് ആ ധ്യാനം നടത്തിത്തരാമെന്നും അതിന് വേണ്ട ക്രമീകരണങ്ങൾ ചെയ്തോളാനും പറഞ്ഞു. ഏതാനും ദിവസങ്ങൾ കൊണ്ട് ഈ കുട്ടികൾ
ധ്യാനം കഴിഞ്ഞ് അവിടെ ചെന്നതിന് ശേഷം അവർ ധ്യാനം അറേഞ്ച് ചെയ്യുകയും അതിനുവേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങുകയും അങ്ങനെ ഏതാണ്ട് 80 പേരെ അവരവിടെ സംഘടിപ്പിച്ച് ഞങ്ങൾ വിടുന്ന ടീം അവിടെ ചെന്ന് ആ ധ്യാനം നടത്തി കൊടുക്കുകയും ചെയ്തു. അതിൽ നിന്ന് ഒരുപാട് ഫലമുണ്ടാകുകയും അവർ തന്നെ പിന്നീട് തിരുവനന്തപുരത്ത് പല ധ്യാനങ്ങൾ നടത്തുകയും അവിടെ നല്ല രീതിയിൽ ശുശ്രൂഷകൾ വളർന്നു വരാൻ അത് ഇടയാകുകയും ചെയ്തു. കാലങ്ങൾക്ക് മുമ്പ് കരിസ്മാറ്റിക് ധ്യാനമൊക്കെ കൂടി വരദാനങ്ങളുടെ അഭിഷേകവും എന്തൊക്കെയോ ഒരു പ്രത്യേകമായ ദൈവസ്നേഹ അനുഭവങ്ങളൊക്കെ ഉണ്ടായ കാലഘട്ടമായിരുന്നു. പക്ഷേ വരദാനങ്ങൾ എങ്ങനെ ഉപയോഗിക്കണമെന്നോ എന്താണ് ഇതിൻ്റെയൊക്കെ കാര്യമെന്നോ ഒന്നും അറിയാത്ത ഒരു കാലഘട്ടമായിരുന്നു. അപ്പോൾ വർഗീച്ചനെ കാണാനും വർഗീച്ചനുമായിട്ട് ഇടപെടാനും പരിചയപ്പെടാനും ഒക്കെ ഇടയായി. പിന്നെ എല്ലാ കാര്യങ്ങളും വർഗീച്ചൻ്റെ നിർദ്ദേശപ്രകാരം മുന്നോട്ട് പോകാൻ കഴിഞ്ഞു. വരദാനങ്ങൾ എങ്ങനെ ഉപയോഗിക്കണം, അതെന്തിനുള്ളതാണ്, അത് എന്താണ് ദൈവസ്നേഹത്തിൻ്റെ അനുഭവം എന്താണ്, ഇങ്ങനെയെല്ലാം അറിയാൻ കഴിഞ്ഞു. ബൈബിൾ കോഴ്സുകൾ തന്നു, ബൈബിളിനെ കുറിച്ചൊക്കെ പഠിപ്പിച്ചു, കൗൺസിലിംഗ് കോഴ്സുകൾ തന്നു. അങ്ങനെ എല്ലാ കാര്യത്തിലും വർഗീച്ചൻ ഞങ്ങളെ കൈപിടിച്ച് മുന്നോട്ട് നടത്തുകയായിരുന്നു. ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ജോസ് കാപ്പൻ എന്ന ആൾക്കാണ് ആദ്യമായിട്ട് വരദാനങ്ങൾ ലഭിച്ചു തുടങ്ങിയത്. അദ്ദേഹം ബാക്കിയുള്ളവരെയും ഈ വരദാനങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും കിട്ടും, എനിക്ക് കിട്ടിയതുപോലെ നിങ്ങൾക്കെല്ലാവർക്കും കിട്ടുമെന്ന് പറഞ്ഞ് ഞങ്ങളെ കൂടുതൽ പ്രാർത്ഥിച്ച് ഒരുങ്ങുവാനായിട്ട് അദ്ദേഹം സഹായിച്ചു. അതിനുശേഷം ഞങ്ങൾ ഇവിടെ കുളത്തുവയലിലെ ബഹുമാനപ്പെട്ട വർഗീച്ചൻ്റെ അടുത്ത് ഒരുമിച്ച് കൂടാറുണ്ടായിരുന്നു. അവിടെ വെച്ച് അച്ഛൻ്റെ ഒരു ഗൈഡൻസ് എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടുള്ള വീക്ഷണങ്ങളോടുകൂടി ഞങ്ങൾ മുന്നോട്ട് നയിച്ചത് അച്ഛനാണ്. ഇത്തരം വരങ്ങൾ ലഭിച്ച ആത്മാരെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ഈ NRCയുടെ കൊച്ചുമുറിയിൽ വെച്ച് അച്ഛൻ ഞങ്ങൾക്ക് കൂടുതൽ പ്രാർത്ഥിച്ച് വരങ്ങൾ ഉപയോഗിക്കാനുള്ള പരിശീലനം തരുന്നു. അതോടൊപ്പം തന്നെ അച്ഛൻ ഒരു കൗൺസിലിംഗ് കോഴ്സ് ആരംഭിച്ച് അതിലൂടെ കൗൺസിലിംഗ് ചെയ്യുന്നതിന് വേണ്ടി നമ്മളെ പരിശീലിപ്പിച്ചെടുത്ത് പതുക്കെ ധ്യാനങ്ങൾക്ക് ക്ലാസ്സുകൾ കൊടുക്കുവാനും ശുശ്രൂഷ ചെയ്യുവാനും ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ചെടുത്തു. എനിക്ക് ഏറ്റവും അധികം അച്ഛനുമായിട്ടുള്ള ബന്ധത്തിൽ, അച്ഛനുമായിട്ടുള്ള ആ ഒരു അച്ഛൻ്റെ പരിശീലനത്തിൽ എനിക്ക് ഏറ്റവും അധികം എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം ഈശോയോടുള്ളൊരു പരിപൂർണ സമർപ്പണം, അതുപോലെ തന്നെ എന്ത് വന്നാലും ദൈവഹിതം നിറവേറ്റുക. ഈ 2 ആശയമാണ് അന്ന് എൻ്റെ മനസ്സിൽ ഏറ്റവും അധികം പതിഞ്ഞത്. അതിന്നും എൻ്റെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നുണ്ട്. ആദ്യകാലത്ത് ഞങ്ങൾക്ക് ധ്യാന സെൻറ്റർ ഇല്ലായിരുന്നു. പക്ഷേ ഒത്തിരിയേറെ സ്ഥലത്ത് ആദ്യമായി തുടങ്ങിയത് കുളത്തുവയലിലാണ്. ഏതാനും പെൺകുട്ടികളോട് വചന ശുശ്രൂഷ നടത്തി, പിന്നീട് ഇടവകയിൽ ധ്യാനിപ്പിച്ചു. പിന്നെ തുടർന്ന് അങ്ങോട്ട് പല ധ്യാനങ്ങൾ കുളത്തുവയൽ ഇടവകയിൽ തന്നെ നടത്തി മറ്റിടവകളിലേക്ക് അത് വ്യാപിച്ചു. ഇങ്ങനെ വളർന്നു വന്നപ്പോൾ ഒരുപാട് ജനങ്ങൾ, ഒരുപാട് മക്കൾ മാനസാന്തരപ്പെട്ട് കർത്താവിലേക്ക് തിരിയുന്ന വലിയ അനുഭവം അച്ഛനുണ്ടായി, ഞങ്ങൾക്കെല്ലാം കാണാൻ സാധിച്ചു. അങ്ങനെ ഞങ്ങളെ സഭ അതിനു മുമ്പ് സ്ഥാപിക്കപ്പെട്ടു എങ്കിലും സഭയിൽ ഈ വചന ശുശ്രൂഷ മേഖലയിൽ ഞങ്ങളെ ഉയർത്തുവാൻ അച്ഛനിലൂടെ ഒത്തിരിയേറെ ഞങ്ങൾക്ക് അവസരങ്ങൾ കിട്ടി. കാരണം അച്ഛൻ ഞങ്ങളെയെല്ലാം വളർത്തുന്നവരായിരുന്നു, അച്ഛൻ വളർത്തിയിരുന്നു, മക്കളെയെല്ലാം നന്നായിട്ട് വളർത്തിയിരുന്നു. സിസ്റ്റർ എൽസിസ് മാത്യു ക്ലാസ് നയിച്ചു. നേരത്തെ നടന്ന കൃതജ്ഞതാ ബലിക്ക് താമരശ്ശേരി രൂപതാധ്യക്ഷൻ ബിഷപ്പ് മാർ റെമിജിയോസ് ഇഞ്ചനാനിയിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. എല്ലാ MSMI ധ്യാന കേന്ദ്രങ്ങളിലെയും ശുശ്രൂഷകർ പങ്കെടുത്തു. അച്ഛൻ്റെ ശുശ്രൂഷയിലെ അച്ഛനോടൊപ്പം സഹകാരികളായി ശുശ്രൂഷ ചെയ്യുന്ന സിസ്റ്റേഴ്സ് നമ്മോടൊപ്പം കുറച്ച് പേരുണ്ട്. സിസ്റ്റർ ഡിഗ്ന, സിസ്റ്റർ ഡാഫിനി, സിസ്റ്റർ ആൻസി സഹോദരിമാർ ഇന്ന് നമ്മോടൊപ്പം ഉണ്ട്. ഇവരെ നമ്മൾ ആദരിക്കുകയാണ്. മിസ്റ്റർ അപ്പച്ചൻ കാനാട്ട്, അതുപോലെ അച്ഛാമ്മ കാന ടീച്ചർ, തങ്കമ്മ ചേച്ചി. വർഗീയച്ഛൻ എപ്പോഴും പറയുമായിരുന്നു, എൻ്റെ മക്കളെല്ലാവരും വിശുദ്ധരായി തീരണമെന്ന്. അച്ഛൻ്റെ ആഗ്രഹപ്രകാരം വിശുദ്ധരായി തീരുവാനുള്ള അനുഗ്രഹം സർവശക്തനായ ദൈവം നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.